സാധാരണ പരീക്ഷയ്ക്ക് കുട്ടികളോട് പറയും നമ്മൾ അറിയുന്നതൊക്കെ എടുത്ത് ആദ്യം എഴുതാൻ. അത് ഞാനൊന്ന് തിരുത്താറുണ്ട്. അറിയുന്നെടുത്ത് ആദ്യം എഴുതിയാൽ പരീക്ഷാ പേപ്പർ മുഴുവൻ വായിക്കണം. വായിച്ചാൽ 5 ക്വസ്റ്റ്യൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ അറിയാത്ത 5 ക്വസ്റ്റ്യനെ കുറിച്ച് എപ്പോഴും ടെൻഷൻ അടിക്കും. അതിനെക്കാട്ടും നല്ലത് ഓർഡറായിട്ട് വായിക്കുക. ഈ ഓർഡറായിട്ട് വായിക്കണമെന്ന് ആദ്യത്തെ എഴുതി അറിയില്ലെങ്കിൽ ആദ്യത്തെ വിടുക, എന്നിട്ട് രണ്ടാമത്തെ എഴുതുക, രണ്ടാമത്തെ അറിയില്ലെങ്കിൽ മൂന്നാമത്തെ എഴുതുക. അങ്ങനെ ഓർഡറായിട്ട് എഴുതി വരുന്നതാണ് എപ്പോഴും നല്ലത്. അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കണം എന്ന് പറയുന്നതിനെതിരെയാണ് വി എസ് രഞ്ജിത്ത് പറഞ്ഞത്. അതിനകത്ത് പറയുന്നതൊരു ലോജിക് ഉണ്ട്. നമ്മൾ ഒരുപാട് പേപ്പർ നോക്കിയിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ഡിഗ്രിയിലെ കുട്ടികളുടെ പേപ്പറാണ് നമ്മൾ കൂടുതൽ നോക്കിയിരുന്നത്. അപ്പോൾ ഈ പരീക്ഷയുടെ ഈ ചോദ്യപേപ്പർ നമ്മളിങ്ങനെ നോക്കിയിടുന്ന സമയത്ത് നമ്മളെ കൂടെ ഇരിക്കുന്ന അധ്യാപകരെ കണ്ടിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ കേരളവർമ്മയിലാണ് പേപ്പർ വാല്യുവേഷൻ പോയിരുന്നത്. അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന സാറന്മാർ ഒരു 4:30 ആവുമ്പോൾ ഒരു 3 പേപ്പറും കൂടെ നോക്കാനുണ്ടാവും. 5:10 പാസഞ്ചർ വണ്ടി എടുക്കും. 4:30 ഇത് മുമ്പ്. അപ്പോൾ അവിടെ 4:50 അവിടെ എത്തണം. അപ്പോൾ ആകെയുള്ള പെട്ടെന്നാണല്ലോ നോക്കി വായിക്കുന്നത്. ഇതങ്ങോട്ട് എടുത്തു വയ്ക്കും. എന്നിട്ട് എഴുതി വയ്ക്കും. ഇത് 3 പേപ്പർ കഴിയുമ്പോഴായിരിക്കും ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് പോലും ചിലപ്പോൾ വായിച്ചു നോക്കണമെന്നില്ല. അപ്പോൾ കൃത്യമായി അതിനകത്ത് പെൻസിൽ കൊണ്ട് അടിവരയിട്ട് അപ്പോൾ അവസാന സമയം പോകാൻ. പക്ഷേ ഈ ഇങ്ങനെ നോക്കുമ്പോഴേ പെട്ടെന്ന് നോക്കുമ്പോൾ മാർക്ക് കൂടാനാണോ സാധ്യത, കുറയാനാണോ സാധ്യത? ആവറേജ് മാർക്കേ കിട്ടത്തുള്ളൂ. അതാണ് കുഴപ്പം. ഏറ്റവും മിടുക്കൻ വിദ്യാർത്ഥിയാണെങ്കിൽ പോലും സാറിന്റെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്തിരിക്കും. ഇവനെ തോപ്പിക്കാനും പറ്റത്തില്ല, എന്നാൽ ഇവന് A ഗ്രേഡ് കൊടുക്കാനും പറ്റത്തില്ല.